ഒരു 5ാം ക്ലാസ്സുകാരൻ്റെ കയ്യിൽ ഒരു കുഞ്ഞു ക്യാമറ കിട്ടുന്നു. സമ്മാനമായിട്ട് കിട്ടുന്ന ഒരു ക്യാമറ. ബൈബിളിലെ താലന്തിൻ്റെ ഉപമയിലെ പോലെ ഒരു ക്യാമറയെ സെബിൻ ഫ്രാൻസിസ് 1ഉം 10ഉമല്ല 300ഓളം ക്യാമറകളാക്കി മാറ്റി. ആ ക്യാമറ എന്ന പയ്യൻ്റെ കയ്യിൽ കിട്ടുമ്പോൾ കൗതുകമായിരുന്നു അവന്. ക്യാമറ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്, ഷട്ടറിൻ്റെ സൗണ്ട്, ഫ്ലാഷ്, അതൊക്കെ അവനിൽ കൗതുകം ഉണർത്തി. അതറിയാൻ അവൻ്റെ കുഞ്ഞു മനസ്സിൽ കൗതുകം ഇങ്ങനെ കൂടി വന്നു. കാലം മുമ്പോട്ട് പോയി. ഒരിക്കലൊരു ആക്രിക്കടയിൽ പോയപ്പോഴാണ് അവൻ മറ്റൊരു ക്യാമറ കാണുന്നത്. അവരോട് ചോദിച്ച് അവനത് സ്വന്തമാക്കുന്നു, പൈസ കൊടുത്ത്. ഇതിനോടുള്ള ക്യൂരിയോസിറ്റി കൂടി. ആക്രിക്കടകളിൽ ഇങ്ങനെ പോകുന്നത് അവൻ സ്ഥിരമാക്കി. അവനെ തേടി ക്യാമറകൾ എവിടെയൊക്കെയോ ഒളിച്ചിരുന്നു. അവന് ക്യാമറകൾ ഇങ്ങനെ കിട്ടിക്കൊണ്ടേയിരുന്നു. ആ പയ്യനിന്ന് 300-ലധികം ക്യാമറകൾ അവൻ്റെ ശേഖരത്തിലുണ്ട്. ക്യാമറകൾ കണി കണ്ടുണരാൻ അവൻ്റെ റൂമിൽ തന്നെ ക്യാമറകളുടെ ലോകം അവൻ തീർത്തു. എന്നും ഈ ക്യാമറകൾ കണ്ട് അവൻ ഉണരുന്നു. കുഞ്ഞുനാളിൽ കിട്ടിയ കുഞ്ഞു ക്യാമറ സെബിൻ ഫ്രാൻസിസിൻ്റെ ജീവിതമാണ് മാറ്റിയത്. അയാൾ ഫോട്ടോഗ്രാഫി ഇഷ്ടപ്പെട്ടു തുടങ്ങി, സിനിമ ഇഷ്ടപ്പെട്ടു തുടങ്ങി, ഹോബിയും പഠനവും ജോലിയും എല്ലാം ക്യാമറയിൽ അധിഷ്ഠിതമാക്കി. സിനിമയാണ് അയാളുടെ സ്വപ്നം, ക്യാമറ വിസ്മയം തീർക്കുന്ന സിനിമ. അയാൾ കണ്ടിട്ടില്ലാത്ത, അയാൾക്ക് ഒരു പരിചയവുമില്ലാത്ത നിരവധി പേരുടെ എത്രയോ നിമിഷങ്ങൾ പതിഞ്ഞ ക്യാമറകളാണ് അയാളുടെ കയ്യിൽ ഇന്നിരിക്കുന്നത്. അയാൾ ജനിക്കുന്നതിന് മുന്നേ എത്രയോ ഫോട്ടോഗ്രാഫർമാർ നെഞ്ചോട് ചേർത്ത് പിടിച്ച ക്യാമറകളാണ് ഇവയൊക്കെ. എത്രയോ സന്തോഷങ്ങളും സങ്കടങ്ങളും സ്വപ്നങ്ങളും പകർത്തിയവർ. അതാണ് അയാളുടെ സന്തോഷം, അതാണ് അയാളുടെ ഇമോഷൻ. ഒരു ക്യാമറ സ്വപ്നം കണ്ടിട്ടില്ലാത്ത ആരാണുള്ളത്? നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഭാഗമായ, നിങ്ങളുടെ ഇമോഷൻസ് ഇത്രമാത്രം ഒപ്പിയെടുത്ത എത്രയോ ഫോട്ടോഗ്രാഫർമാർ. സെൻഡ് ദിസ് ടു ദം ആൻഡ് ടെൽ ദം താങ്ക് യു for documenting our life.